ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഓവൻ ഇല്ലാതെ ഞാൻ സെയിൽ ചെയ്യുന്ന കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 6 കപ്പ് കേക്ക്സ് ആണ് ചെയ്തെടുക്കുന്നത്, അതിനാണ് 2 മുട്ട എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് 12 കപ്പ് കേക്ക്സ് ചെയ്തെടുക്കണമെങ്കിൽ 4 മുട്ട എടുത്തിട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ 4 കപ്പ് കേക്ക്സ് ഒക്കെ ഓർഡർ വരികയാണെങ്കിൽ ഒരു വലിയ സൈസിലുള്ള മുട്ട എടുത്തിട്ട് നിങ്ങളിത് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന മൈദൻ്റെ അളവെല്ലാം പകുതിയാക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ വാനില കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടിച്ച് പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടിയത്. അതായത് ഇപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊടിക്കാത്ത പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ഏറ്റവും ബെറ്റർ നമ്മളിങ്ങനെ കേക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര മിനിറ്റാണ് നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുന്ന ടൈമെന്ന്. അത് നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ പലവരും യൂസ് ചെയ്യുന്ന ബീറ്റർ പല ബ്രാൻഡായിരിക്കും. അപ്പോൾ അതിൻ്റെ ടൈമും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പരുവം നിങ്ങൾ മനസ്സിലാക്കുക. നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരും. ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നിങ്ങൾ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് സ്കാർലെറ്റിൻ്റെ ബീറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പ്രസ്റ്റീജിൻ്റെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നല്ല വ്യത്യാസമുണ്ട് ബീറ്റിംഗ് ടൈമിൽ. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്തങ്ങ് പറഞ്ഞത്. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും. നമ്മളിത് പൊക്കിയെടുക്കുമ്പോൾ തന്നെ അത്രയും വെയ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ക്രീം പോലെ വന്നിട്ടുണ്ടാവും നമ്മുടെ മുട്ടയും പഞ്ചസാരയും. ഈ ഒരു പരുവത്തിയാൽ നമ്മൾ ബീറ്റർ നിർത്തുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് പോയിട്ട് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ഹാർഡായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ആ ബീറ്റർ അങ്ങ് എടുത്ത് മാറ്റാം. ബീറ്റർ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 1/2 കപ്പ് മൈദയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഞാൻ യൂസ് ചെയ്യാറില്ല വാനില കപ്പ് കേക്ക്സിന് കേട്ടോ, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കാതെ വേറൊരു സെപ്പറേറ്റ് ബൗളിൽ നിങ്ങൾ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ മൈദയും മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഞാൻ പിന്നെ നിങ്ങൾ ഇന്നലെയുള്ള വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ, വളരെ ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തു എന്ന് മാത്രം ഇങ്ങനെ. അപ്പോൾ ഞാനിതൊരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിഗിനേഴ്സ് ഒന്നും ഒട്ടും ഇങ്ങനെ തന്നെ ചെയ്യരുത്. നിങ്ങൾ വേറൊരു സെപ്പറേറ്റ് ബൗളിൽ ഇത് അരിച്ചെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോകരുത്. അപ്പോൾ പകുതിയോളം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് കപ്പ് കേക്ക്സിലോട്ട് മാറ്റാം, കപ്പ് കേക്ക്സ് മോൾഡിലോട്ട് മാറ്റാം. അപ്പോൾ ഇതേപോലുള്ള 6 കപ്പ് കേക്ക്സിൻ്റെ മോൾഡാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഈ കപ്പ് കേക്ക്സ് മോൾഡിൻ്റെ റേറ്റ് 3 രൂപയാണ്. 4 രൂപയുടെ മോൾഡും നമുക്ക് അവൈലബിൾ ആണ്, 2 രൂപയുടെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് മോൾഡ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ കപ്പ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രെയിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. ഇതിലേക്ക് നമുക്ക് ഈക്വലായിട്ട് നമ്മുടെ ബാറ്റർ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ഈ മോൾഡിൻ്റെ പകുതി ഭാഗമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററെല്ലാം പുറത്തേക്ക് പൊങ്ങി ഒലിച്ച് വരും. അപ്പോൾ ഒരു പകുതി ഭാഗം പകുതിനേക്കാളും കുറഞ്ഞു പോകരുത്, ഏകദേശം പകുതിയിലൊപ്പം നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ശരി, നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് മുമ്പ് നമ്മുടെ പാൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മുടെ ഈ കപ്പ് കേക്ക്സിൻ്റെ മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്തും കൊടുക്കുക. അപ്പോൾ നിങ്ങളതിൽ ബാറ്റർ കണ്ടില്ലേ, നമുക്ക് കറക്റ്റ് 6 കപ്പ് കേക്ക് ചെയ്തെടുക്കാനുള്ള ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലുള്ളൊരു അലുമിനിയം പാത്രത്തിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വയർ റാക്ക് എൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ നമ്മുടെ കപ്പ് കേക്ക്സിൻ്റെ മോൾഡ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക, അതിൽ നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം നിരത്തി വെച്ചിട്ട് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റാണ് നമ്മുടെ ഈ ഒരു കപ്പ് കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. 10 മിനിറ്റിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ടും ബേക്ക് ആയിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ 2-3 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം മതി നമ്മുടെ കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്യൂവറോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അന്ന് നമുക്ക് വേറെയും കപ്പ് കേക്ക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഇരിക്കുന്നതെല്ലാം ചോക്ലേറ്റ് റഫിൾ കപ്പ് കേക്കും അതുപോലെ തന്നെ നോർമൽ ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ ഓർഡേഴ്സ് നമുക്കുണ്ടായിരുന്നു. അതിൽ ആ ബ്ലൂ കളർ കാണുന്ന കപ്പ് കേക്ക് മോൾഡിന് 4 രൂപയാണ്, മറ്റേ കപ്പ് കേക്ക് മോൾഡിന് 3 രൂപയാണ്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം ഇവിടെ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി വന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്ന കപ്പ് കേക്കിൻ്റെ റേറ്റ് വാനില കപ്പ് കേക്ക് 30 രൂപയും പിന്നെ ചോക്ലേറ്റ് 35, റെഡ് വെൽവെറ്റ് 40, അങ്ങനെയാണ് സെയിൽ ചെയ്യുന്ന റേറ്റ് വന്നിട്ട്. പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഞാൻ സെയിൽ ചെയ്യുന്ന കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്